അയോധ്യ നീറ്റ് വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റ് നടപടിക്രമങ്ങൾ ഇന്നും തടസ്സപ്പെടുത്തുകയായിരുന്നു പ്രതിപക്ഷം. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഏതു വിഷയവും ചർച്ച ചെയ്യാമെന്നും സഭയുടെ അന്തസ്സ് തകർക്കരുതെന്നും പ്രതിപക്ഷത്തോട് സ്പീക്കർ. ലോക്സഭ 2 മണിവരെയാണ് നിർത്തിവെച്ചത്. मैं आपसे आग्रह करता हूं कि प्रश्नकाल महत्वपूर्ण होता है और सभी सदस्यों को इसमें अवसर मिलना चाहिए और आप से मेरा आग्रह है, नारेबाजी करना लोकतंत्र के लिए उचित नहीं है। संसद चर्चा संवाद के लिए, आपके विचारों की अभिव्यक्ति के लिए आप आओ, विचार व्यक्त करो और सदन की गरिमा को घटाना चाहते हैं। കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, സ്പീക്കറുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് പലതരത്തിൽ അനുനയത്തിന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതേയില്ല പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്താദ്യം പ്രതിഷേധിക്കുന്നു, തുടർന്ന് സഭയ്ക്കകത്ത് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് ശക്തമായി തന്നെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു വാർത്ത വരുന്നു. വിവരങ്ങൾ. ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റ് വളപ്പിലും ഒപ്പം പാർലമെന്റിനകത്ത് ലോക്സഭയിലും രാജ്യസഭയിലും ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അതിൽ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് ലോക്സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ ആരംഭിച്ചു. സ്പീക്കർ നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ സീറ്റിലിരിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് സഭയുടെ അന്തസ്സ് തകർക്കരുത് എന്ന വിമർശനം പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെ സ്പീക്കർ ഉയർത്തിയത്. രാജ്യസഭയിലും സമാനമായി പ്രതിപക്ഷ ബഹളമുണ്ടായി. ആദ്യം സഭ 12 മണി വരെ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ 12 മണിക്ക് ശേഷം വീണ്ടും രാജ്യസഭ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇപ്പോൾ രാജ്യസഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭയിലും പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുകയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന്, BJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. കൂടാതെ അയോധ്യ സംഭാവന ക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ മറുപടി പറയണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപ് പാർലമെന്റ് വളപ്പിൽ ഒരു പ്രകടനവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, മറ്റ് പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തുകൊണ്ടാണ് അമിത്ഷാ മറുപടി പറയണം എന്ന് എഴുതിയ വലിയ ബാനർ എടുത്തുകൊണ്ട് പാർലമെന്റ് വളപ്പിൽ ഇത്തരത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇക്കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ ലോക്സഭയിൽ വ്യക്തമാക്കിയത്. സഭയ്ക്കകത്തും പാർലമെന്റ് വളപ്പിലും മര്യാദയ്ക്ക് ചേരാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സഭയുടെ അന്തസ്സ് തകർക്കരുത് എന്നൊരു വിമർശനം സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ വർഷകാല സമ്മേളനത്തിലുടനീളം ഇത്തരത്തിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിപക്ഷ മുന്നണി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലും അത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഇന്നിപ്പോൾ ലോക്സഭ 11 മണിക്ക് ആരംഭിച്ചു, ഇപ്പോൾ 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭ 11 മണിക്ക് ആരംഭിച്ച് പ്രതിപക്ഷ ബഹളം കാരണം 12 മണി വരെ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ 12 മണിക്ക് വീണ്ടും രാജ്യസഭാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്.